കുട്ടികളെ കഥ പറയട്ടെ. ഒരു സ്ഥലത്ത് ഒരു വികൃതിയായ ഒരു ചെക്കൻ ഉണ്ടായിരുന്നേ. അപ്പോൾ എൻ്റെ അടുത്ത വീട്ടിൽ നിന്ന് വേണമെങ്കിൽ പറയാം, അങ്ങനത്തെ സ്ഥലത്ത് ഒരു മാവിൻ്റെ മുകളിൽ നിറച്ച് മാങ്ങ ഉണ്ടായി കിടക്കുന്നത് കണ്ട്. അപ്പോൾ ആ മാങ്ങ കണ്ടപ്പോൾ അവന് നുഞ്ചി കളിച്ച് എങ്ങനെയെങ്കിലും കുറച്ച് മാങ്ങ പറിച്ച് തിന്നണം, കയ്യിൽ കിട്ടണം എന്നുള്ളത്. അപ്പോൾ ഓൻ വീട്ടിൻ്റെ പുറത്ത് നിന്ന് മാങ്ങക്ക് ഭയങ്കരമായിട്ട് എറിയാണ്. പക്ഷെ ഒറ്റ എറും മാങ്ങക്ക് കുടുങ്ങുന്നില്ല. പക്ഷെ അവന് എങ്ങനെയെങ്കിലും മാങ്ങ കിട്ടണം എന്നുള്ള ഒരു വാശി മാത്രം ഓനുള്ളൂ. അങ്ങനെ ഓന് കുറേ എറിഞ്ഞപ്പോൾ മാങ്ങ വീഴാതായപ്പോൾ ഓനിങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് വീട്ടിലെ വീട്ടുകാർ ഗേറ്റ് തുറന്ന് പുറത്തേക്ക് വന്നിട്ട് കടയിലേക്ക് പോണത് കണ്ട് ഒരു സഞ്ചിയെല്ലാം പിടിച്ചിട്ട്. അപ്പോൾ ഈ പെണ്ണുങ്ങൾക്ക് ഇവൻ ഈ മാങ്ങ കയറിയുന്നത് കണ്ടപ്പോൾ ദേഷ്യം പിടിച്ചപ്പോൾ പെണ്ണുങ്ങൾ പറഞ്ഞ്, ഒന്നും കൂടി കയറി നിന്ന് എറിഞ്ഞടാ, അല്ലെങ്കിൽ മാവിൻ്റെ മുകളിൽ കയറി പറിച്ചടാ എല്ലാ മാങ്ങയും, എന്തിനാ അങ്ങനെ എറിഞ്ഞിട്ട് കൊയങ്ങുന്നതെന്ന് പറഞ്ഞ് ദേഷ്യത്തോടു കൂടി ആ സ്ത്രീ പീടികയിലേക്ക് പോയി. സ്ത്രീ കടയിൽ പോയി സാധനമൊക്കെ വാങ്ങി വരുമ്പോൾ കാണുന്ന കാഴ്ച, ഇവൻ മാവിൻ്റെ മുകളിൽ കയറിയിട്ട് എല്ലാ മാങ്ങയും പറിച്ചിരിക്കുന്നു. മൂപ്പര് വലിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ സഞ്ചിയിൽ മാങ്ങ ആക്കി വെച്ചിട്ട് സന്തോഷത്തോടു കൂടി നിൽക്കുകയാണ്. അപ്പോൾ 2 മാങ്ങ ആ സ്ത്രീയുടെ കൊലായിൽ വെച്ചിരിക്കുന്നു തിണ്ടിൻ്റെ മുകളിൽ. അപ്പോൾ ചേച്ചിക്ക് എടാ ഈ പോയില്ലടാന്ന് ചോദിച്ചു. പറഞ്ഞു, ചേച്ചിക്ക് 2 മാങ്ങ അവിടെ വെച്ചിരിക്കുന്നു. അപ്പം എന്നോട് ആരാടാ പറഞ്ഞേ ഞങ്ങളെ വീട്ടിൽ കയറിയിട്ട് മാങ്ങ പറിക്കാമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ചേച്ചിയല്ലേ പറഞ്ഞ എന്നോട് എറിഞ്ഞു കൊയങ്ങണ്ട, കയറി പറിച്ചോളാൻ പറഞ്ഞു, അതുകൊണ്ട് ഞാൻ കയറി പറിച്ചതാണ് ചേച്ചിയെ, 2 മാങ്ങ ചേച്ചിക്ക് വെച്ചിരിക്കുന്നു. അപ്പോൾ ആ സ്ത്രീക്ക് വേന അടിക്കാനോ ഒന്നും കിട്ടുന്നില്ല. അപ്പോൾ ലാസ്റ്റ് ചേച്ചി ആ കിട്ടിയ 2 മാങ്ങ എടുത്തിട്ട് വേന എറിഞ്ഞ്. പക്ഷെ ആ 2 മാങ്ങൻ്റെ ഏറും ഈ കുട്ടിക്ക് കൊണ്ടില്ല. പക്ഷെ ആ 2 മാങ്ങി ചേച്ചി താങ്ക് യു എന്ന് പറഞ്ഞിട്ട് ഓൻ ആ 2 മാങ്ങി ആ സഞ്ചിയിലേക്ക് എടുത്തിട്ട് ഓൻ ഡീസൻ്റായിട്ട് അവിടുന്ന് തിരിച്ച് വീട്ടിലേക്ക് മാങ്ങിയായിട്ട് പോയി. അപ്പോൾ ചേച്ചി പറയാണ്, അമ്പോ ഇപ്പോഴത്തെ മക്കളോടൊന്നും കളിക്കാൻ പറ്റില്ല, എന്താ ചെറുക്കൻ. അടുത്ത കഥയായിട്ട് വരുന്നവരെ ഡംബടം ബണ്ടം ബടം ബണ്ടം ബടം ബണ്ടാ.